ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഉത്രാടമാണ്. ഉത്രാട തിരക്കിലായിരിക്കും എല്ലാവരും. ഞാനും ഉത്രാട തിരക്കിലൊക്കെയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങി. ഇനി പച്ചക്കറി വാങ്ങിക്കണം, അത്തവിടാൻ പൂ വാങ്ങിക്കണം. നാളെ തിരുവോണത്തിന് അനിയത്തിയും അച്ഛനും എല്ലാവരും വരും. അപ്പുറത്തെ വീട്ടിൽ നിന്ന് അവരെല്ലാവരും വരും. അങ്ങനെ ഇവരെ കൂട്ടുകാരെല്ലാവരും വരും. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ, അങ്ങനെ കുറച്ച് സദ്യയൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ എല്ലാം വയ്ക്കണം. ഉത്രാടപ്പാച്ചിലാണ്. ഇനി വൈകുന്നേരം വരെ നല്ല തിരക്കാണ്. ഇവിടെ വീട്ടിൽ നല്ല തിരക്കാണ്. അവരൊക്കെ വന്ന് സഹായിച്ചു തരുമില്ല. ഞങ്ങൾ ഓണത്തിന് പുതിയ സെറ്റിയൊക്കെ വാങ്ങിച്ചു. ഇത് നോക്കിയേ, നല്ല കളറല്ലേ, എല്ലാവർക്കും ഇഷ്ടമല്ലേ ഈ കളറ്? ഇതെന്തോ കളറ്, സ്കൈ ബ്ലൂ ആണോ? പുതിയ സെറ്റിയാണ്. ഇന്നൊക്കെ ഒന്ന് കൊണ്ടുവന്നതേ ഉള്ളൂ, ഒരു ഭാഗം പാർട്ടായിട്ട് കൊണ്ടുവന്നു. പിന്നെ ഓണത്തിനെക്കുറിച്ച് എനിക്ക് പഴയകാല ഓർമ്മകളെന്ന് പറയുമ്പം എൻ്റെ അമ്മ പലവ്യഞ്ജന സാധനങ്ങൾ വാങ്ങിക്കാൻ പോണതിനെക്കുറിച്ചാണ്. പലവ്യഞ്ജന സാധനങ്ങൾ ചന്തയിലല്ല, കടയിൽ പോയി പലവ്യഞ്ജനങ്ങൾ വാങ്ങിക്കണം. ഞങ്ങൾ ഒരുമിച്ച് സാധനങ്ങൾ കാണുന്നത് ഒരു മറ്റേ സുലഭം മുതലാളി എന്ന് പറയുന്ന അയാളെ കടയിൽ പോയി സാധനം വാങ്ങിക്കണം. ഞങ്ങൾ ഒരുമിച്ച് സാധനങ്ങളെല്ലാം കാണുന്നത് ഓണത്തിന് മാത്രമാണ്. ചെറുതിലേ 1 കിലോ അരി, 1/2 കിലോ അരി, 100 വെളിച്ചെണ്ണ, ഇച്ചിരി വെളിച്ചെണ്ണ, അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കഴിഞ്ഞു വരണം. ഞങ്ങൾ മിഡിൽ ക്ലാസ് ഫാമിലി. ഓടിട്ട വീടും ചാണകം ഒഴുകിയ തറയും ഒക്കെയാണ്. അങ്ങനെ പലവ്യഞ്ജന സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണമെന്നാണ് എനിക്ക് ഓർമ്മ. ഞാനും എൻ്റെ അനിയത്തിയും കൂടെ കടയിൽ പോയി നിൽക്കും. അമ്മ സാധനങ്ങൾ ചാക്കിൽ വാങ്ങിച്ച് നിറച്ചിരുന്നു. എന്ത് നല്ല നല്ല രസമാണ് അത് കാണാനായിട്ട്. എന്നിട്ട് ലാസ്റ്റ് അയാൾ പായസത്തിൻ്റെ സാധനങ്ങൾ തരുമ്പം അടയും കടലയൊക്കെ തരുമ്പോൾ ഒരു തുണ്ട് ശർക്കര ഞങ്ങൾക്ക് തരും. എൻ്റെ പൊന്നോ, ശർക്കരയുടെ ടേസ്റ്റ്! ഇപ്പം ശർക്കര ആർക്കും വേണ്ട. കാഡ്ബറീസ് മിഠായി പോലും ഇവിടെ ഫ്രിഡ്ജിൽ മിഠായി കൊണ്ട് വെച്ചേക്കണം. ആർക്കും വേണ്ട, ഒന്നും വേണ്ട ആർക്കും. പിന്നെ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വരും അമ്മ. പച്ചക്കറി കുറച്ച് 50 രൂപയ്ക്കോ 100 രൂപയ്ക്കോ അത്രയൊക്കെ വാങ്ങിക്കോളൂ. വലിയ വെള്ളരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ചാണകം മെഴുകിയ തറയിൽ പേപ്പറൊക്കെ വിരിച്ചിട്ട് നിരത്തി മലക്കറി എല്ലാം കൂടെ വയ്ക്കും. അത് അങ്ങോട്ട് നമ്മൾ കേടാവാതിരിക്കാൻ വേണ്ടി നിരത്തി ഇങ്ങനെ ഒന്ന് തൊടാതെ ഇങ്ങനെ വെച്ചേക്കും. ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ. തക്കാളി അതെല്ലാം വാങ്ങിച്ചിട്ട് ഹാളിൽ ഇങ്ങനെ നിരത്തി വെക്കും. ചാണകം മെഴുകിയ തറയല്ലേ, കാണാൻ നല്ല ഭംഗിയാണത്. അത്രയും മലക്കറി നല്ല ഭംഗിയാണ്. മണോ അത് അത്ര നാറ്റമൊന്നുമില്ല. നമ്മൾ പച്ചക്കറി വാങ്ങിക്കില്ല, മരച്ചീനി മീനും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ദിവസം ഇത്രയും പച്ചക്കറിയൊക്കെ ആ ഓണത്തിന് മാത്രമേ കാണുള്ളൂ. പടവലങ്ങി ഒരെണ്ണം വാങ്ങിക്കും, വെള്ളരിക്ക ഒരെണ്ണം വാങ്ങിക്കും. എന്നിട്ട് നമ്മൾ ആ ഹാളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇങ്ങനെ പച്ചക്കറിയൊക്കെ സൈഡിൽ കിടക്കണ കാണുമ്പം ആ ഒരു ഓണത്തിൻ്റെ പ്രതീതി, ഓണത്തിൻ്റെ ഓണായി എന്നുള്ളൊരു. ഇപ്പം പച്ചക്കറി നമ്മൾ എപ്പോഴും ഫ്രിഡ്ജിൽ കാണും. പലവ്യഞ്ജന സാധനങ്ങളായാലും നമ്മൾ മാസം തോറും ശമ്പളം കിട്ടാൻ പലവ്യഞ്ജന സാധനങ്ങൾ ഒരുമിച്ചെടുക്കുകയല്ലേ. അതുകൊണ്ട് ആ ഓണത്തിൻ്റെ ഫീല് വരണമെങ്കിൽ പഴയകാല ഓർമ്മകൾ തന്നെ വരണം. ഡ്രസ്സൊക്കെ എടുക്കണം, ഓണത്തിന് എടുക്കുകയുള്ളൂ. അല്ല നമുക്ക് ഡ്രസ്സൊന്നും അങ്ങനെ ഇതുപോലെ എടുത്ത് നിങ്ങൾക്കൊന്നും ഡ്രസ്സ് എടുക്കാൻ പോലും നമുക്ക് അന്ന് ഡ്രസ്സ് എടുത്ത് തരില്ല, പൈസ ഇല്ല. അതുകൊണ്ടാണ് പച്ചക്കറി അമ്മ നിറയെ സാധനങ്ങൾ പച്ചക്കറി എല്ലാം വാങ്ങിച്ചുകൊണ്ടിരിക്കും. വെള്ളരിക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട്, ഇത് പോരാത്തതുകൊണ്ട് അച്ഛൻ വൈകുന്നേരം വരുമ്പോൾ അച്ഛനും വാങ്ങിച്ചുകൊണ്ടിരും വെള്ളരി. അപ്പോൾ അവരാ സന്തോഷം, അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അമ്മയുടെ സന്തോഷം, നമ്മളതെല്ലാം കൂടെ അങ്ങനെ പങ്കുവയ്ക്കുന്നത്, അതാണ് ഓണം മെമ്മറി. എൻ്റെ മനസ്സിൽ പാവം എൻ്റെ അമ്മ, എനിക്കിപ്പോഴും ആ ഒരു ഓർമ്മ തന്നെ ഇപ്പം മനസ്സിലുള്ളത്. നിങ്ങൾക്ക് ഇതുപോലത്തെ മലക്കറിയൊക്കെ ചന്തയിൽ പോയി തന്നെ വാങ്ങിച്ചു? അങ്ങനെയൊന്നും ഇല്ല. മലക്കറിയാണ് ആ ചന്തയിൽ. അന്ന് എന്തുമാത്രം ജനങ്ങളായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത് മലക്കറി വാങ്ങിക്കാൻ വേണ്ടി. ഇപ്പോഴങ്ങനെ ചെമ്പൂര് ചന്ത. ഇപ്പം ചന്ത എന്നുള്ള ആ ഒരു ഇതേ ഇല്ല, മാറി. ചന്തയ്ക്ക് പോരെ ലുലു മാള്. ലുലു മാൾ ഇല്ലാത്ത എന്തുണ്ട്? മീനുണ്ട്, പച്ചക്കറിയുണ്ട്, പലവ്യഞ്ജന സാധനങ്ങളെല്ലാം ഉണ്ട്. ഇപ്പം പോത്തൻകോട് ചന്തയിലാണ് നമ്മൾ പോകാൻ പോണത്. പോത്തൻകോട് ചന്തയിൽ പോയി മലക്കറി വാങ്ങിക്കണം, പിന്നെ കുറച്ച് പൂ വാങ്ങിക്കണം, കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കണം. അങ്ങനെ പോത്തൻകോട് ചന്തയിൽ പോകാൻ ഭയങ്കര തിരക്കാണ്. നമ്മൾ പറമ്പിൽ പോയി പൂ പറിച്ചുകൊണ്ട് വരികയാണ് ചെയ്യണം. അന്ന് ഒത്തിരി കൂടുതൽ പൂക്കൾ കാണും, നല്ല പൂക്കൾ കാണും, ചെമ്പരത്തി. അങ്ങനെ ഇവിടെ ഇപ്പം പൂവൊന്നും കാണാനില്ല. തുമ്പ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. പിന്നെ തൊട്ടാവടി ഒക്കെ കാണുകയുള്ളൂ. അല്ലാതെ വേറെ അങ്ങനെ വെച്ച് ഇടണതും ചുരുക്കമാണ് ഇപ്പം. മറ്റേ ജമന്തി ഇപ്പം അങ്ങനെ ഇല്ല. ജമന്തിയും പിന്നെ മുല്ലയും വാടാമുല്ല അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ. ഇപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ജംഗ്ഷൻ തോറും ഓരോ കുന്നുകണക്കിന് പൂ വിൽക്കാൻ വേണ്ടി വെച്ചേക്കണം.
പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു. ഓടി നടന്ന് ഓടി നടന്ന് പോയി പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്ന് നമ്മൾ തലേ ദിവസം പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്ന് വച്ച് അത്ത ഇടണത് ചാണകം മെഴുകി അത്ത ഇടണത്. ഇപ്പൊ ചാണകം ഇടണ ഇപ്പൊ ചാണകം കിട്ടാനുമില്ല. അങ്ങനെയൊക്കെ ചെയ്തേക്ക്. ഇപ്പൊ ഇന്റർലോക്ക് അല്ലേ, അവിടെ ചാണകം മുഴുവല്ല. ഫ്ലാറ്റ് താമസിക്കുന്ന അത്ത ഇടണമെങ്കിൽ അവരാരും ചാണകം മുഴുവല്ല. ഞാനും ഇപ്പം നാളെ അത്ത ഇടാൻ തന്നെ, പക്ഷെ ചാണകം കിട്ടാനുമില്ല, അത് എടുക്കണമില്ല. ഇനിയിപ്പം വെറുതെ വരച്ച് അത്ത ഇടണതേ ഉള്ളൂ. അതൊക്കെയാണ് എൻ്റെ പഴയകാല മെമ്മറി. എനിക്കതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും സങ്കടം വരും. എന്നാലും ആ ഓണത്തിൻ്റെ അമ്മയൊക്കെ ഉള്ളപ്പോൾ ആ ഒരു ഇതാണ്. എൻ്റെ അമ്മ പോയപ്പോഴേ ഓണം പോയി, എന്നാലും പാവം എൻ്റെ അമ്മ. ആലോചിക്കുമ്പോൾ എനിക്കിപ്പോഴും സങ്കടം തന്നെ. എന്നാൽ ഞാൻ മലക്കറി ഇതെല്ലാം വെച്ച് സദ്യയെല്ലാം ഒരുക്കുക തന്നെ. ഇതൊക്കെയാണ് എൻ്റെ പഴയകാല ഓർമ്മകൾ. അമ്മ വെച്ച നല്ല ടേസ്റ്റായിട്ടൊക്കെ തന്നെ കറികളൊക്കെ വയ്ക്കുന്നത്. അമ്മ മരിച്ചിനി മീൻ വെച്ചാലും നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇപ്പം എല്ലാം ചേർത്ത് വെച്ചാലും മീനിന് സൂപ്പർ മീൻ കറിയാണ് ഇപ്പം. എങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് അതുപോലെ തന്നെ എല്ലാം ഇട്ട് വെക്കുന്നത്. പക്ഷെ എന്നാലും അതുപോലെ ആ പഴയ മീനിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പറഞ്ഞൂടാ, വരികയില്ല. മരിച്ചീനിക്കും അതുപോലെ തന്നെ. മരിച്ചീനിയൊക്കെ നമ്മൾ വെച്ചാലും അമ്മ വയ്ക്കുന്ന ആ കലത്തിലൊക്കെ നല്ലതാണ്. നമ്മൾ മരിച്ചീനി ഉണ്ടല്ലോ, മരിച്ചീനി ഇപ്പം നമ്മൾ കപ്പ വയ്ക്കുന്നതൊക്കെ അന്ന് വയ്ക്കുന്നത് അമ്മ വയ്ക്കുന്നതൊക്കെ നല്ല ടേസ്റ്റാണ്. ഇപ്പം നമ്മൾ വീട്ടിൽ ഞാനായാലും മീൻ വാങ്ങിച്ചുകൊണ്ടൊന്ന് വെട്ടി കഴുകി വൃത്തിയാക്കി വയ്ക്കുമ്പോൾ നമുക്കത് കഴിക്കാൻ തോന്നൂല. അത്ര ആ ഒരു വ്യത്യാസമുണ്ട്. മറ്റേത് അമ്മ സ്കൂൾ വിട്ട് വരുമ്പം പാത്രത്തിന് മുമ്പ് ഇരുന്നാൽ മതി, എല്ലാം വിളമ്പി തരും. ഞങ്ങൾ അമ്മക്കന്ന് ദാരിദ്ര്യമൊന്നും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. പുളിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വച്ചിരിക്കും അമ്മ. ഈ തട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ പുളിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വയ്ക്കും. ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ജനലിൽ കയറി പുളി മോട്ടിച്ച് എടുത്ത് തിന്നുമായിരുന്നു. എന്തൊരു ടേസ്റ്റായിരുന്നു പുളിക്ക്, സൂപ്പർ ടേസ്റ്റായിരുന്നു. ഉപ്പും കൂടെ കൂട്ടി തിന്നാൻ ശരിക്കും ഞങ്ങൾ തിന്നും. ഇപ്പം അതൊക്കെയാണ് ഞങ്ങളെ ഓണം മെമ്മറി. നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ കാണുമല്ലോ. എൻ്റെ സെറ്റ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഞങ്ങൾ പോത്തങ്കോടോട്ട് മലക്കറി വാങ്ങിക്കാൻ പോവുകയാണ്. എൻ്റെ പുതിയ ചുരിദാർ എങ്ങനെയുണ്ട് ഗീസ്? സൂപ്പറല്ലേ, നല്ല കളറല്ലേ? ഞാൻ ഇന്ന് എടുത്തിട്ടതേ ഉള്ളൂ. സൂപ്പർ, നല്ല കളർ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലുലുവിലൊന്ന് വാങ്ങിച്ചാണ് തുണി. നമ്മൾ പോത്തങ്കോട് പച്ചക്കറി വാങ്ങിക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും വാങ്ങിച്ചാണ്. നല്ല തിരക്കായിരിക്കും പോത്തങ്കോട്. എല്ലാ സ്ഥലത്തും നല്ല തിരക്ക്. കഴക്കൂട്ടത്തും പോത്തങ്കോടും എല്ലാം നല്ല തിരക്ക്. പച്ചക്കറി വാങ്ങിക്കാൻ തിരക്കാണ്. കുറച്ച് പച്ചക്കറി വാങ്ങിച്ച് പൂവ് വാങ്ങിച്ചുകൊണ്ട് വരാം. ഓക്കെ, പോണ വഴിക്ക് അടുത്ത തിരക്കൊക്കെ കാണിച്ചു തരാം. ടാറ്റ, ബായോ. ക്യാബേജ് ചെറുതുണ്ടോ? ഒരു ചെറുതും കൂടെ. അത് നോക്കട്ടെ, എൻ്റെ അടിയിരിക്കുന്നത്. അത് എത്ര രൂപ നോക്കട്ടെ? കൊള്ളാമോ? ഇത് കൊള്ളൂല കേട്ടാ. ഇത് മതിയാ? അത് മതി. ഇത് രണ്ടും കൂടെ, അതും കൂടെ എടുത്തോ. പോത്തങ്കോട് ചന്തയാണ്. പച്ചക്കറി വാങ്ങിക്കാൻ വന്നു. വെള്ളരിക്ക എല്ലാം വാങ്ങിച്ച് പഴയതായിപ്പോൾ. ഇത് വെള്ളരിക്ക എടുത്തല്ലേ. അടുത്ത കത്തിരിക്ക വേണം. കത്തിരിക്ക 1/2 കിലോ കത്തിരി. 1 കിലോ എത്ര വേണം? ചേനയും വേണം. ചേന ഇതിൻ്റെ പകുതി മതി. ഏത്തക്ക വേണേ? ഏത്തക്ക വെണ്ടയ്ക്കാണ്. ഏത്തക്ക മതി. ഇതും കൂടെ മതി. കോട്ടയം
നിങ്ങൾ ഇതൊക്കെ തരം മലക്കറി വാങ്ങിക്കണ കരിയപ്പലയും മാറ്റി വെച്ചേക്കാണല്ലേ തക്കാളി വേണ്ട. അത് എത്ര രൂപയായി? വെള്ളരിക്ക് അത് മതിയാവും തോല്ലേ. പടവലങ്ങ ഇല്ലേ? അത് വേണ്ട. മുരിങ്ങയൊക്കെ കുറച്ച് മതി. ആ അത് മതി. ആ പച്ചവെള്ളം കൂടെ ഒരു പച്ചവെള്ളം 50 രൂപ. ഇത് അതും കൂടെ 50 രൂപ തന്നെ. അയ്യേ 50 രൂപയ്ക്ക് ഭയങ്കര വില അവർ പറയണത്. 50 രൂപയ്ക്ക് 50 രൂപയ്ക്ക് മല്ലിയിലും വേണം. ഓ ഇവിടെ വേറെ ഇല്ലേടാ മല്ലി പടവലം? നമ്മളെ വ്ളോഗിൽ ഒരു കായ് പറയടാ. പടവലങ്ങും മല്ലിയില് ആയി. വേറെ എന്തിനാണോ എന്തോ. സനില ടാറ്റ പറയടാ. ടാറ്റ പറ. തേങ്ങ, പുളി, തൈര്, പച്ചമുളക്, വേറെ എന്തിനു വേണോ എന്തോ ഓർക്കടാ. നാരങ്ങയാണോ ഇത്? ഇത് ഇത് പിഴിയണതാണ്. ചെറിയ നാരങ്ങ. എത്ര രൂപ? 50 രൂപ. 50 രൂപ. 50 രൂപയ്ക്ക്. ഓ ഇതാ ഇഞ്ചി വേണ്ട. അതുണ്ട്. പൂവില്ലേടാ? ഇത് അത്തയിടാൻ വേണ്ടി പൂ വാങ്ങിക്കണം കേസ്. ഇതാ റോസാപ്പൂ. ഇതുണ്ട റോസാപ്പൂ. നല്ല ഭംഗിയുണ്ടല്ലേ കുഞ്ഞു റോസാപ്പൂ. ഇത് ഡാലിയപ്പൂ. ഇത് ഇത് പിങ്ക് കളറിലുള്ള റോസാപ്പൂ. ഇത് നല്ല ചുവപ്പ് കളറിലുള്ള റോസാപ്പൂ. അത്തയിടാൻ പൂ വാങ്ങിക്കണം നമുക്ക്. 50 ഒരു കിലോയോ? 1 കിലോ ഉണ്ട് 50 രൂപ. 1 കിലോ ചിലപ്പോൾ ഒന്നതിൽ കൂടുതലാവും. ഒരു 1/2 കിലോ കൂടെ എത്താം. 1/2 കിലോ 3 കിലോ എടുത്തോ. 3 കിലോ എത്ര? 100 രൂപ. ഓ 3 കിലോ മതിയാ? ഓ 3 കിലോ. ആണോ ഓഫർ? 50 രൂപ. പാഴിപ്പോയി. അതെടുത്തോ. എടുത്തിട്ട് പോലെ ഇവിടെ പേശുന്ന ചവൾക്കാണ് കേട്ടാ. പിന്നെ നമ്മൾ രാത്രി പിടിച്ചോളാം. നീ വന്നാൽ 2 മണി 12 മണിക്ക് വന്ന് ഇവിടെ ഒരു കിലോ മാങ്ങ 50 രൂപ. ഒരു ലോഡ് ക്യാരറ്റ് 50 രൂപ. അത്തയിടാൻ വേണ്ടി പൂ വാങ്ങിക്കാൻ വന്നേന്ന്. പോത്തൻകോടി തന്നെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചതിന് ശേഷം പൂ വാങ്ങിക്കുകയാണ്. ഇവിടെ പല കളറിലുള്ള കുറച്ച് പൂക്കളുണ്ട്. നമുക്കൊന്ന് നോക്കാം. പൂ വാങ്ങിച്ച് ചോദിച്ചു നോക്കാം.
അവിടെ 100 രൂപയ്ക്കുണ്ട്, ഇത് 100 രൂപ. 100 രൂപ. അത് 100 രൂപ അത്തവട എല്ലാം കൂടെ. നേക്കത്തെ 100 രൂപയ്ക്കാണ്. ഇത് 100 രൂപയ്ക്കാണ്, എല്ലാം കൂടെ ഉള്ളതാണ്, അത്തയിടാനുള്ളതാണ്. 100 രൂപയ്ക്ക് എല്ലാം ഉണ്ട്. പൂ നമുക്ക് ഇങ്ങോട്ട് തൂക്കി വാങ്ങിക്കാം. 200 രൂപയ്ക്ക് എല്ലാം കൂടെ. 200 രൂപയ്ക്ക് എല്ലാം കൂടെ വാങ്ങിക്കണം. ഓ, 200 രൂപ ഇരട്ടി വരും. ഈ പൂല്ലേ ഇതും കൂടെ അവിടെ ഇനി എത്ര ഇരിക്കണ്ടേ? വേണ്ട ഇത് ആദ്യകാലത്ത് 200 രൂപയ്ക്ക് ഉണ്ട്. എന്നട എടുത്താ കേട്ടോ? 200 രൂപയ്ക്ക് നിങ്ങൾ പറഞ്ഞതിന് എടുത്തതാണ്. വില കുറഞ്ഞു, പിന്നെ വാടാമല്ലിയുടെ കുറവായി കേട്ടോ? എനിക്ക് കൊടുത്ത 50 രൂപയ്ക്ക് മതി. ചുവന്ന 200 രൂപയ്ക്കാണ്. 100 രൂപയ്ക്കുള്ളത് കുറച്ചേ ഉള്ളൂ. 200 രൂപയ്ക്ക് കുറച്ചും കൂടെ വാങ്ങിച്ചു നമ്മളെ പൂക്കൾ എല്ലാം കൂടെ ഒരത്ത ഇടാൻ വരും. ഉത്രാടപ്പൂ നിലാവേവാ. നിങ്ങൾ നാളത്തേക്കുള്ള മലക്കറികളെല്ലാം അരിയാണ്. ഇത് ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. സവാള നാളെ ഇത്തിരി ചിക്കൻ വെക്കലുണ്ടായിരുന്നു. സവാള അരിഞ്ഞ് വെച്ച് ഓണത്തിന് കുറച്ച് ചിക്കൻ, കുറച്ച് ഈ എരിയുള്ള ഒരു കറി, അങ്ങനെ അതിനുവേണ്ടി ചിക്കൻ. അവിയലിന് റഷീദ് ചേന അരിയണ്. പിന്നെ സാമ്പാറിനെല്ലാം അരിഞ്ഞ് വെച്ചേക്കണം. പിന്നെ തോരത്തിന് അരിയണം, കിച്ചടിക്ക് അരിഞ്ഞു വയ്ക്കണം, പച്ചടിക്ക് അരിഞ്ഞു വയ്ക്കണം. ഇതെല്ലാം നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കണം. മാങ്ങ, നാരങ്ങ, ഇഞ്ചി എല്ലാം വയ്ക്കണം ഗീസ്. ഇന്ന് ഉറങ്ങൂല. ഇന്ന് ഉറക്കം കുറവായിരിക്കും. പിന്നെ ചോറ് അടുപ്പിൽ വയ്ക്കണം. ഗ്യാസിലല്ല ചോറ് വയ്ക്കുന്നത്. ചോറ് ഞാൻ വിറകടുപ്പിലാണ്. അങ്ങനെ ചോറ് വിറകടുപ്പിൽ വയ്ക്കണം. പിന്നെ ബാക്കി കറികളെല്ലാം രാവിലെ ആകുമ്പോൾ എല്ലാ കറികളും വയ്ക്കണം. പിള്ളേർ രണ്ടുപേരെയും വിളിച്ചെടുത്ത് രാവിലെ അത്തയിടണം. അങ്ങനെ ഒരുപാട് ജോലിയുണ്ട്. ഈ തിരുവോണം എന്ന് പറയുമ്പോൾ വീട്ടമ്മമാർക്ക് റെസ്റ്റ് ഇല്ലാത്ത ഒരു ദിവസമാണ്. ഉത്രാടത്തിൻ്റെ ഒന്നും റെസ്റ്റ് ഇല്ല, തിരുവോണത്തിൻ്റെ ഒന്നും റെസ്റ്റ് ഇല്ല. തിരുവോണത്തിന് വേവിക്കൊക്കെ, വിളമ്പക്കം, കോരക്കം, പാത്രം കഴുകൊക്കെ ഇല്ല. ഒരു വീട്ടമ്മയ്ക്ക് റെസ്റ്റുള്ള ഒരു ദിവസം ഇല്ല. എല്ലാ ദിവസവും ജോലിയാണ് ജോലി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ബിലോ. രാഹുൽ ഇന്നലെ വിഷമിച്ചൊക്കെ പറയണം കേട്ടോ അവൻ്റെ അടുത്ത്. ഇന്നലെ രാത്രി 1 മണിയാണ്. ഇന്ന് നൈറ്റാണ്. ഞങ്ങളവിടെ ഓണം ആഘോഷിക്കണം. ഇവിടെ മയില് പണി തന്നെയാണ്. അവർ ഭയങ്കര കരച്ചിലാണ്. രാഹുൽ ഉണ്ടല്ലോ മറ്റേ സ്വർണ്ണം പല്ലെന്നൊക്കെ പറഞ്ഞു. ഇവിടെ വരണം. അകപ്പെട്ട് പോയാണ് അവിടെ. 2 വർഷം കഴിഞ്ഞേ വരാൻ പറ്റും. അതാണ് ഇങ്ങോട്ട് ചെയ്യണ്ടേ. മഞ്ഞ കുറച്ചുകൂടെ പറയണം. ഇവിടെ നിന്ന് ഇങ്ങനെ അവിടെ മഞ്ഞ പൂരിക്കുന്ന എടുത്തോളേ. ഞാൻ പറഞ്ഞ മധ്യത്ത് വേറെ സെറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. മഞ്ഞ കളർ ചെയ്തിട്ട് വായിച്ചിരിക്കും. തലയിറങ്ങി അത്തത്തിലാനൊന്ന് വീണ ഇപ്പം നോക്കിയോ. ഇത്തിരി ഇടയ്ക്കിരുന്നു. ഹലോ ഗീസ്, നമ്മൾ ഓണം സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് തിരുവോണമായിട്ട് ഇന്നലെ വാങ്ങിച്ച പൂ കൊണ്ട് 200 രൂപയ്ക്ക് പൂ കൊണ്ട് അത്ത എന്നിട്ട്
നമ്മളെല്ലാവരും കൂടെ ചേർന്നാണ് അത്തം ഇട്ടത്. എങ്ങനെയുണ്ട് ഞങ്ങളെ ചെറിയൊരു അത്തം? അച്ഛൻ രാവിലെ വന്ന് തിരുവോണമായിട്ട് അച്ഛൻ ഇവിടെയാണ്. ഇനി അനിയത്തിയൊക്കെ വരും, എല്ലാവരും ഉണ്ട്. ഇന്ന് എല്ലാവരും കൂടെ ചേർന്ന് ഇവിടെയാണ് തിരുവോണം. സദ്യയൊക്കെ ഉണ്ടാക്കി ഞാൻ ഋഷിയും കൂടെ സദ്യ എല്ലാ കറികളെല്ലാം വച്ച് ഇനി ഉച്ചയ്ക്ക് ചോറ് കഴിക്കും. ഓക്കെ, രാവിലെ നമ്മളെല്ലാവരും കൂടെ കാപ്പി കുടിച്ച് ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കി കാപ്പിയൊക്കെ കുടിച്ച് ഇതാ ഓരോരുത്തരായിട്ട് കാപ്പി കുടിക്കണേ ഉള്ളു. അച്ഛൻ യൂട്യൂബിൽ ഇന്ന് എല്ലാവരും ഒരു പീസ് കാണില്ലേ ഹാപ്പി ആണോന്നും പറഞ്ഞു ഇത് മിന്നുവിനെ എടുക്കണത്. കാണില്ലേ അവിടെ ഒരു ഹാപ്പി ആണോന്ന് പറഞ്ഞു. ഓക്കെ. നിങ്ങള് മെമ്പർഷിപ്പ് എടുക്കുകയാണ്, അംഗമായി കഴിഞ്ഞു യൂട്യൂബ് ചാനലിൽ. ഇനി എപ്പോൾ വിളിച്ചാലും വരണം. അവാർഡൊക്കെ കൂട്ടാൻ നടത്തുക എല്ലാവരും. നമ്മൾ ഓണത്തിൻ്റെ അടുക്കളയിലെ വിശേഷങ്ങളാണ് ഗൈസ്. ഇതാ വിഭവങ്ങൾ നിരന്നിരിക്കുകയാണ്. പരിപ്പ്, തോരൻ, അവിയൽ, കിച്ചടി, ഇതേ ചിക്കൻ, കുറച്ചുള്ള ചിക്കൻ, കിച്ചടി, ഇതെല്ലാം ഉണ്ട്. അവിയൽ, ഇതാ പപ്പടം, അടമാങ്ങ അച്ചാർ സ്പെഷ്യൽ, പിന്നെ ഇഞ്ചി നാരങ്ങ, പായസം, അടപ്പായസം, സാമിയ പായസം, ബോളി ഉണ്ടേ. എല്ലാവരും സദ്യ കുറച്ചൊരു സദ്യ കഴിക്കാനും അഭിപ്രായം നോക്കാം സദ്യ എന്തിനാണെന്നുള്ളത്. നമ്മൾ ഓണസദ്യയെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്തിനാണ്? ഒന്നും പറയാനില്ല. നമ്മൾ ഓണസദ്യയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? സൂപ്പറായി. നിന്റെ അഭിപ്രായം എന്തിനാണ്? അച്ഛൻ്റെ നമ്മൾ ഓണസദ്യയെ കുറിച്ചുള്ള അഭിപ്രായം സൂപ്പർ ഹൈ ഓ സൂപ്പർ. നമ്മൾ സദ്യ കഴിക്കുന്ന കേസ് സദ്യ ഇതായി ഇവരൊക്കെ വിളമ്പിയാണ്. നമ്മൾ കഴിച്ച ശേഷമാണ് ഇവരൊക്കെ ഇനി കഴിക്കാനുള്ളത്. സദ്യ സൂപ്പർ. വള്ളംകളി കഴിഞ്ഞ് നേരത്തെ വേണ്ട അപ്പം സദ്യ സൂപ്പർ. പരിപ്പ്, പപ്പടം, അവിയൽ, കിച്ചടി, പച്ചടി എല്ലാം ഉണ്ട്. ചിക്കൻ വന്ന് എല്ലാവരും കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഹാപ്പി ഓണം. ഈ വർഷത്തെ ഓണത്തിന്റെ സദ്യയെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്തിനാണ്? 2025 ഇത്രയും ഗംഭീരമായി ഓണം നമ്മളെ വിളിക്കുകയും ക്ഷണിക്കുകയും ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ നമ്മളെ ക്ഷണിക്കുകയും നമ്മൾ കുടുംബസമേതം ഇവിടെ എത്തുകയും നല്ല കളറായിരുന്നു. സദ്യ എന്നൊന്നെല്ലാം നല്ല ടേസ്റ്റായിരുന്നു. ആൻറ്റിയുടെ ഒറ്റയ്ക്കുള്ള കഷ്ടപ്പാടിലാണ്. ഒറ്റയ്ക്കാണ് ഈ സദ്യയെല്ലാം ഒരുക്കിയത്. അടിപൊളി ഗംഭീരമായിരുന്നു. കൂടെ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. എന്നാലും സദ്യ കളറായിരുന്നു, സൂപ്പർ ടേസ്റ്റായിരുന്നു. ഈ വർഷത്തെ ഓണം നമ്മളിവിടെ കുടുംബസമേതം നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഓണാശംസകൾ നേർന്നു. നല്ല സദ്യയായിരുന്നു. അടിപൊളി ഓണം. ഓണം അടിപൊളി. ഹാപ്പി ഓണം എല്ലാവരും.